സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പംഗും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ. ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ. ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ. ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദേവീനാരായണീയം. ഇന്ന് ദശകം 12 ഉദധ്യജനനം. ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം ഇതാണ് പഠിക്കുന്നത്. വേദവ്യാസകൃതം എന്ന് പറയപ്പെടുന്ന ദേവി ഭാഗവത, ശ്രീമദ് ദേവി ഭാഗവതത്തിലെ ചരിത്രങ്ങളും ദേവി മന്ത്രബീജങ്ങളും ആ ദേവി ബീജമന്ത്രങ്ങളുടെ പ്രാധാന്യവും ഓരോ ദശകമായി സംഗ്രഹിച്ചിരിക്കുന്നു. ദേവി നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് പ്രൊഫസർ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി പാറമേക്കാവിലമ്മയുടെ ഉത്തമ ഭക്തനും പണ്ഡിതാഗ്രേസരനുമാണ്. മഹാശക്തി സ്വരൂപിണിയും കരുണാമയിയുമായ ജഗദംബികയുടെ അനുഗ്രഹം എല്ലാ സുഹൃത്തുക്കൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. ഇന്നത്തെ ശ്ലോകങ്ങള് 1, 2, 3, 4. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയും ശ്രവിക്കാം. ഇന്ന് 4 ശ്ലോകങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദശകം 12 ഉദധ്യജനനം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 1 പാരായണം. പുരാ ദ്വിജഃ കശ്ചന ദേവദത്തോ നാമ പ്രജാർത്ഥം തമസാ സമീപേ കുർവന്മഖം ഗോഭിലശാപവാച ലേഭേ സുതം മൂഢമനന്തദുഃഖഃ. ശ്ലോകം 2. ഉദധ്യനാമാവവൃധേ സബാലോ മൂഢസ്തു ദൃഷ്ടം ന ദദർശ കിഞ്ചിത് ശ്രുതം ന ശുശ്രാവ ജഗാദ നൈവ പൃഷ്ടോ ന ജസ്നാന ജപാദിചക്രേ. ശ്ലോകം 3. ഇതസ്തതോടൻ സമവാപ്ത ഗംഗോ ജലേ നിമജ്ജൻ പ്രപിബംസ്തദേവ വസൻ മുനീനാമുടജേഷു വേദമന്ത്രാംശ്ച ശൃണ്വൻ സദിനാനി നിന്യേ. ശ്ലോകം 4. ക്രമേണ സത്സംഗ വിവൃദ്ധ സത്വഃ
സത്യവ്രതഃ സത്യതപാശ്ച ഭൂത്വാ നാസത്യവാക്ത്വത്കൃപയാ സമൂഢോऽപ്യുന്മീലിതാന്തർനയനോ ബഭൂവ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 1 പദച്ഛേദം. പുരാ ദ്വിജഃ കശ്ചന ദേവദത്തഃ നാമ പ്രജാർത്ഥം തമസാ സമീപേ കുർവൻ മഖം ഗോഭില ശാപവാച ലേഭേ സുതം മൂഢം അനന്ത ദുഃഖഃ. അന്വയാർത്ഥം: പുരാ തമസാ സമീപേ, പണ്ട് തമസാ നദിയുടെ തീരത്ത്, ദേവദത്ത നാമ, ദേവദത്തൻ എന്ന പേരുള്ള കശ്ചിദ്വിജ, ഒരു ബ്രാഹ്മണൻ, പ്രജാർത്ഥം മഖം കുർവൻ, സന്താനലാഭത്തിനായി യജ്ഞം ചെയ്യവേ, ഗോപില ശാപവാച, ഗോപിലൻ എന്ന ഋത്വിക്ക് പറഞ്ഞ ശാപവാക്കിനാൽ അനന്ത ദുഃഖ, അന്തമില്ലാതെ ദുഃഖിച്ച്, മൂഢം സുതം ലേഭി, മൂഢനായ പുത്രനെ സമ്പാദിച്ചു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. പുരാ, പണ്ട്, തമസാ സമീപേ, തമസാ നദിയുടെ സമീപത്ത്, ദേവദത്ത നാമഃ, ദേവദത്തൻ എന്ന പേരായ കശ്ചിദ്വിജ, ഒരു ബ്രാഹ്മണൻ, പ്രജാർത്ഥം മഖം, സൽപുത്ര ലാഭത്തിനായി യജ്ഞം ചെയ്യവേ, തമസാ നദിയുടെ തീരത്താണ് ദേവദത്തൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നത്. അദ്ദേഹത്തിന് സന്താനങ്ങളില്ല. സൽസന്താന ലാഭത്തിനായി അദ്ദേഹം യജ്ഞം നടത്താനായിട്ട് തീരുമാനിച്ചു. അതിനു വേണ്ടുന്ന ഏർപ്പാടുകളും ഒക്കെ ചെയ്തു. ഋത്വിക്കുകളെയൊക്കെ വരിച്ചു. യാഗം ആരംഭിക്കുകയും ചെയ്തു. സാമവേദ മന്ത്രം ഉച്ചരിക്കേണ്ടുന്ന ഉദ്ഗാതാവ്, അതായത് ഓരോന്നിനും ഓരോ ഋത്വിക്കുകളെ വെച്ചിട്ടുണ്ട്. ഇവിടെ സാമവേദ മന്ത്രം ഉച്ചരിക്കുന്നത് ഉദ്ഗാതാവായ ഗോപിലൻ, ഗോപിലൻ എന്ന ഋത്വിക്ക്, അദ്ദേഹമാണ് സാമവേദം ആലപിക്കുന്നത്. എന്നാൽ ഈ ഉദ്ഗാതാവായ ഗോപിലൻ ഇടയ്ക്കിടെ നിർത്തിയിട്ടാണ് സാമവേദം ആലപിച്ചത്. അത് ഈ ദേവദത്തിന് അത്ര ഇഷ്ടമായില്ല. സാമവേദ മന്ത്രം ആലപിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നിർത്തി സാമവേദം ആലപിച്ചു. ആ സാമഗാനാലാപനം നടത്തി. ഈ സാമഗാനാലാപനം ശരിയായില്ല, ഇടയ്ക്കിടെ അങ്ങ് നിർത്തുന്നു, സകാമയജ്ഞം വേണ്ട പോലെ ചെയ്താലല്ലേ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് ദേവദത്തൻ ഗോപിലനോട് പറഞ്ഞു. ഗോപിലനത് ഇഷ്ടമായില്ല. അദ്ദേഹം ദേവദത്തനോട് പറഞ്ഞു, അങ്ങ് എന്നെ ഈ സദസ്സിൽ വെച്ച് അപമാനിച്ചു. എനിക്ക് ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളത് കൊണ്ടാണ് സാമഗാനാലാപനത്തിൽ ഭംഗം വരുന്നത്. അതുകൊണ്ടാണ് തുടർച്ചയായി ജപിക്കുവാൻ എനിക്ക് കഴിയാതിരുന്നത്. എന്നെ നീ കേവലം ഒരു മൂഢനെ പോലെ കളിയാക്കി. അങ്ങനെയല്ലേ? അതിൻ്റെ ഫലം നീ അനുഭവിക്കും. നിനക്കൊരു പുത്രൻ ജനിക്കും. നിനക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ പക്ഷേ മൂഢനായിത്തീരും എന്ന് പറഞ്ഞു ദേവദത്തനെ ശപിച്ചു ഗോപിലൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ദേവദത്തിന് വല്ലാത്ത വിഷമം തോന്നി. ആ ഗോപിലന്റെ കാൽക്കൽ വീണ് അദ്ദേഹം നമസ്കരിച്ചു. ഗോപിലന്റെ കോപമൊക്കെ ശമിച്ച ശേഷം ഗോപിലൻ ദേവദത്തിനെ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കേണ്ട, നിനക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ മൂഢനായി തന്നെ ജനിക്കും. എങ്കിലും കാലക്രമത്തിൽ ആ ജഗദംബയുടെ, ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മകൻ കവിയും ജ്ഞാനിയും ഒക്കെ ആയിത്തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹവും കൊടുത്തു, ശാപമോക്ഷവും കൊടുത്തു. യജ്ഞം വളരെ ഭംഗിയായി വേണ്ടതുപോലെ വളരെ മംഗളമായിട്ട് പര്യവസാനിച്ചു. ദേവദത്തന് യഥാകാലം ഒരു പുത്രനും ജനിച്ചു. മൂഢനായ പുത്രൻ തന്നെ ജനിച്ചു. ദേവദത്തൻ പുത്രന്റെ മൗഢ്യമൊക്കെ കണ്ട് മനം നൊന്ത് വല്ലാതെ വിലപിച്ചു. എങ്കിലും
ആ മഹർഷിയുടെ ആ ഗോപിലന്റെ ശാപമോക്ഷത്തിന്റെ വാക്കുകളുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് അല്പം ആശ്വാസം ലഭിച്ചു. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരം. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ഉദധ്യനാമ വവൃധേ സഹ ബാലഃ മൂഢഃ തു ദൃഷ്ടം ന ദദർശ കിഞ്ചിത് ശ്രുതം ന ശുശ്രാവ ജഗാത ന ഏവ പൃഷ്ടഃ ന ച സ്നാനജപാതി ചക്രേ. അന്വയം. ഉദധ്യനാമ സഹ, ഉദത്യൻ എന്നു പേരുള്ള അവൻ, വവൃധേ വളർന്നു, മൂഢഃ ബാലഃ തു മൂഢനായ ആ ബാലൻ, ആ ബാലനാകട്ടെ ദൃഷ്ടം കിഞ്ചിത് കണ്ടിട്ടും ഒന്നും നദദർശ കണ്ടില്ല. കാണുന്നുണ്ട്, കണ്ടിട്ടും ഒന്നും കണ്ടില്ല, കണ്ടിട്ടും കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ല. ശ്രുതം ന ശുശ്രാവ കേട്ടിട്ടും ഒന്നും കേട്ടിട്ടില്ല, ഒന്നും കേൾക്കുന്നില്ല. പൃഷ്ടഃ ന ഏവ ജഗാത പലരും പലതും ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. സ്നാനജപാതി നച ചക്രേ സ്നാനം ജപം മുതലായവയൊന്നും ചെയ്തതുമില്ല. ഈ ശ്ലോകത്തിന്റെ വിവരണം വ്യാഖ്യാനം നോക്കാം. ദേവദത്തൻ തൻ്റെ പുത്രന് ഉദധ്യൻ എന്ന് പേര് നൽകി. മൂഢനായ ആ ബാലൻ ഒന്നും കണ്ടു മനസ്സിലാക്കുകയുമില്ല, കേട്ടും മനസ്സിലാക്കില്ല, ഒന്നും കാണുകയുമില്ല, കേൾക്കുകയുമില്ല. പലരും പല രീതിയിലും പലതും ചോദിച്ചു, പക്ഷേ ആ ഉദത്യനൊന്നും മിണ്ടിയില്ല. വളർച്ചയുടെ ഓരോ ഘട്ടത്തില്, അതായത് കുട്ടികളിങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വളർച്ച ഉണ്ടാവും അല്ലേ. ആ വളർച്ചയിൽ എന്തൊക്കെയാ, ചിരിക്കും, അത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ അക്ഷരം പുറപ്പെടുവിക്കാൻ നോക്കും, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും ആ കുട്ടിക്ക് ഉണ്ടായില്ല. ആ ബ്രാഹ്മണ ബാലൻ ചെയ്യേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും പിതാവാണ് ചെയ്തത്. എല്ലാം പുത്രലാഭത്തിനു വേണ്ടി അദ്ദേഹം യജ്ഞം ചെയ്തു, പുത്രനെ ലഭിച്ചു, മൂഢനായ പുത്രൻ. പക്ഷേ പിതാവ് ഇത് ചെയ്തതൊക്കെ വെറുതെയായി, എല്ലാം വെറുതെയായി. സമയാസമയങ്ങളിൽ ചെയ്യേണ്ടുന്ന ഉപാസനാദികൾ അതും ആ ബാലൻ ചെയ്തില്ല. എന്നിട്ട് പറയണു, കണ്ണില്ലാത്തവനോ കാലില്ലാത്തവനോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പൊറുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചിലപ്പോൾ കൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാലുണ്ടാവില്ല, കണ്ണുണ്ടാവില്ല അല്ലേ. അതൊക്കെ കണ്ടാലും ചിലപ്പോൾ നമുക്ക് ആ മാതാപിതാക്കൾക്ക് പൊറുക്കാൻ കഴിയും. പക്ഷേ മൂഢനായി കഴിഞ്ഞാലോ, ബുദ്ധിയില്ലാത്തൊരു കുട്ടിയായി കഴിഞ്ഞാലോ, അത് മാതാപിതാക്കൾക്ക് ഒരു വലിയ ദുഃഖമാണ്. അത് അവർക്ക് താങ്ങാനാവില്ല. ക്രമേണ ആ ഉദത്യൻ എന്ന ബാലനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അവനെ കളിയാക്കാൻ തുടങ്ങി. ആർക്കും അവൻ വേണ്ടാത്തവനായി എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ഇതഃ തതഃ അടൻ സമവാപ്ത ഗംഗഃ ജലേ നിമജ്ജൻ പ്രപിബൻ തത് ഏവ വസൻ മുനീനാം ഉടജേഷു വേദമന്ത്രാൻ ച ശൃണ്വൻ സഹ ദിനാനി നിന്നി. ഇതിന്റെ അന്വയാർത്ഥം നോക്കാം. സഹ ഇതഃ തതഃ അടൻ, ആ ബാലൻ, അതാണ് സഹ, ആ ഉദത്യൻ അവിടെ അലഞ്ഞു തിരിഞ്ഞ് സമവാപ്ത ഗംഗഃ ഗംഗാതീരത്തെത്തി. ജലേ നിമജ്ജൻ ഗംഗാജലത്തിൽ മുങ്ങിയും, തത് ഏവ പ്രപിബൻ അത് തന്നെ കുടിച്ചും, ആ ഗംഗാജലം തന്നെ കുടിച്ചും, മുനീനാം ഉടജേഷു വസൻ മുനിമാരുടെ ആശ്രമങ്ങളിൽ താമസിച്ച്, വേദമന്ത്രാൻ ശൃണ്വൻ ച വേദമന്ത്രങ്ങളൊക്കെ കേട്ടു, ദിനാനി നിന്നേ ദിവസങ്ങളെ അങ്ങനെ കഴിച്ചുകൂട്ടി. ഇവിടെ ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ആ ഉദത്യനെ വേണ്ടാതായി അല്ലെ, മൂഢനാണ്. നമുക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം, ഉണ്ടായിരിക്കാം. സത്യത്തില് ബുദ്ധിയില്ലാത്ത ആളുകളെ കളിയാക്കുന്ന നമ്മളാണ് ബുദ്ധിയില്ലാത്തവർ, അങ്ങനെയല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ദോഷം കൊണ്ടാണോ അവർക്ക് അങ്ങനെ സംഭവിച്ചത്? പക്ഷെ നമ്മൾ കളിയാക്കുമ്പോൾ അതൊന്നും ഓർക്കാറില്ല. ഇങ്ങനെയുള്ള ബുദ്ധിയില്ലാത്തവരെ നമ്മൾ പരിഹസിക്കും, കളിപ്പിക്കും,
അല്ലേ? പറയില്ലേ പറ്റിക്കുക, അതാണ്. അത് നമ്മുടെ വിവരക്കേട് എന്നേ പറയാനുള്ളൂ. അപ്പോ ഇവിടെ ഭഗവതിയുടെ കൃപ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം അത് ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഉദത്യൻ ആർക്കും വേണ്ടാത്തവനായി തീർന്നു അല്ലേ? അവിടെ എവിടെയായിട്ട് അലഞ്ഞു തിരിഞ്ഞു. എന്നിട്ടോ ഭാഗ്യം കൊണ്ട് എവിടേക്കാ എത്തിയത്? ഗംഗാതീരത്തേക്കാണ്. ഗംഗാനദിയുടെ തീരത്തേക്കാണ് അവൻ എത്തിച്ചേർന്നത്. എന്നിട്ടോ ജലേ നിമജ്ജൻ, ആ ഗംഗാജലത്തില് മുങ്ങി. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? തഥയേവ പ്രപിബൻ, ആ ജലം തന്നെ കുടിക്കുകയും ചെയ്യും. മുനീനാം ഉടജേഷു വസൻ, ആ ഗംഗാ നദി തടത്തിന് തീരത്തുള്ള മുനിമാരുടെ ആശ്രമങ്ങളിൽ താമസിച്ചു ഉദത്യൻ. വേദമന്ത്രങ്ങളൊക്കെ കേട്ടു. വേദമന്ത്രാൻ ശൃണ്വാൻ ച, അതൊക്കെ കേട്ടു. ആ മുനിമാര് വേദമന്ത്രങ്ങളൊക്കെ ഉച്ചത്തിൽ ഉച്ചരിക്കും. അതൊക്കെ ഈ ഉദത്യന് കേൾക്കും. ഉദത്യനും ആ മന്ത്രങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കും. ഇതൊന്നും അറിഞ്ഞിട്ടല്ല, കാരണം അറിയില്ലല്ലോ, മൂഢനല്ലേ. ഉദത്യന് അത് കേട്ടുകൊണ്ടേയിരുന്നു. ഗംഗാജലം കുടിച്ചു, മുനിമാരുടെ ആശ്രമത്തിൽ താമസിച്ചു, അവിടുന്ന് കിട്ടുന്ന ആഹാരം കഴിക്കും, അവിടെ നടക്കുന്ന പൂജാദികളിലൊക്കെ പങ്കുചേരും, അതൊക്കെ കാണും. മുനിമാരുടെ മുഖത്തിൽ നിന്ന് വേദമന്ത്രങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും. ആ ബാലനായ ഉദത്യൻ അങ്ങനെ എല്ലാം കൊണ്ടും പവിത്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉദത്യൻ എത്തിച്ചേർന്നു. അപ്പോ മൂഢനായിട്ടുള്ള ആൾക്ക് എവിടെ വേണമെങ്കിലും പോവാല്ലേ? മൂഢനല്ലേ, എവിടെ പോകണമെന്നൊന്നും അറിയില്ല. അപ്പോ എവിടെയൊക്കെ പോകും? കൊലപാതകികളുടെ അല്ലെങ്കിൽ മദ്യപാനികളുടെ ഇടയിൽ, അല്ലേ, കൊള്ളക്കാരുടെ ഇടയിൽ ഒക്കെ ഈ മൂഢൻ എത്തിച്ചേരാം. അങ്ങനെ എത്തിച്ചേർന്നാൽ പിന്നെ എന്താ, ഒരു കാലത്തും അവൻ നന്നാവുകയില്ല. മദ്യപാനികളുടെയൊക്കെ അടുത്ത് എത്തിച്ചേർന്നാൽ എന്താ സംഭവിക്കുക? മദ്യം കുടിച്ച് മതോന്മത്തനാകും അല്ലേ? പക്ഷേ ഇവിടെ ഉദത്യൻ എത്തിച്ചേർന്നത് എവിടേക്കാ? പരമപവിത്രമായ പതിത പാവനയായ അളകാനദിയുടെ, ആ ഗംഗാനദിയുടെ തീരത്ത് മഹർഷിമാർ താമസിക്കുന്ന ആശ്രമ പരിസരങ്ങളിലാണ് എത്തിച്ചേർന്നത്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത്. ഉദത്യൻ ആ ആശ്രമങ്ങളിലാണ് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ദേവിയുടെ ആ അനുഗ്രഹ പ്രവാഹം ഗംഗാനദി പോലെ ഈ ഉദത്യനെ ശുദ്ധനാക്കി തീർത്തു എന്നാ പറയണത്. ഇനി ശ്ലോകം 4 പ്രവേശിക്കാം. ശ്ലോകം 4 പദച്ഛേദം നോക്കാം. ക്രമേണ സത്സംഗ വിവൃദ്ധ സത്വഃ സത്യവ്രതഃ സത്യതപാഃ ച ഭൂത്വാ ന അസത്യവാക് ത്വത്കൃപയാ സഹ മൂഢഃ അപി ഉന്മീലിതാന്തർനയനഃ ബഭൂവ. ഈ പദങ്ങളിലെ അന്വയാർത്ഥം. സഹ ക്രമേണ, ആ ഉദത്യൻ ക്രമേണ സത്സംഗ വിവൃദ്ധ സത്വഃ, സത്സംഗത്താൽ സത്വഗുണം വർദ്ധിച്ചവനായി. നാ അസത്യവാക്, അസത്യം പറയാത്തവൻ. നാ അസത്യവാക്. സത്യവ്രത, സത്യനിഷ്ഠൻ, സത്യവ്രതൻ. സത്യതപാഃ ച ഭൂത്വ, സത്യതപസ്സുമായി തീർന്നു, തപസ്വിയായിട്ടും തീർന്നു. മൂഢഃ അപി, മൂഢനാണ് എങ്കിലും ത്വത്കൃപയ, ആ ദേവിയുടെ കൃപയാൽ ഉന്മീലിതാന്തർനയനഃ ബഭൂവ, അദ്ദേഹത്തിന്റെ ആ ഉൾക്കണ്ണ് തുറന്നു, ഉൾക്കണ്ണ് വികസിച്ചു വന്നു. ഈ ശ്ലോകത്തിന്റെ വിവരണത്തിലേക്ക് കടക്കാം. വ്യാഖ്യാനം നോക്കൂ. ഗംഗാ സ്നാനവും ഗംഗാജലപാനവും മഹർഷിമാരുടെ സംസർഗവും ഇതൊക്കെ ആ ഉദത്യന്റെ സ്വഭാവത്തില് മാറ്റം വരുത്തി തുടങ്ങി എന്നാ പറയണത്. മൂഢഹാപി, മൂഢനാണ്. എന്നാൽ ദേവിയുടെ കൃപയാൽ, അമ്മേ അവിടുത്തെ കാരുണ്യം കൊണ്ട് അവന്റെ അകക്കണ്ണ് തുറന്നു. അവൻ അകക്കണ്ണ് തുറന്നവനായിട്ട് തീർന്നു. സത്സംഗ വിവൃദ്ധ സത്വ, സത്സംഗം കൊണ്ട് അവന്റെ സത്വഗുണം വർദ്ധിച്ചു. ഇവിടെ സത്സംഗം ആരാണ്? മുനിമാരുടെ ആശ്രമത്തിലാണ് ഉദത്യൻ, അല്ലേ, ദിനങ്ങൾ കഴിച്ചു കൂട്ടിയത്. അപ്പൊ അവിടെയാണ് ആ സത്സംഗം അവന് ലഭിച്ചത്. നാ അസത്യവാക്ക്, അസത്യം പറയാത്തവനായി തീർന്നു അവൻ. സത്യവ്രത, നിഷ്ഠനായി, സത്യനിഷ്ഠനായി. അതേപോലെ സത്യതപാഃ ച ഭൂത്വ, സത്യ തപസ്വിയായിട്ടും തീർന്നു ആ ഉദത്യൻ. അപ്പോ ഇത് കാരണമൊക്കെ തമോ ഗുണമൊക്കെ നീങ്ങി രജോ ഗുണത്തിലേക്ക് വന്നു. അതിൽ നിന്ന് സത്വഗുണത്തിലേക്കും എത്തി. അതുമാത്രമല്ല,
സംസാരിക്കാനും തുടങ്ങി. അതായത് ഗംഗാസ്നാനവും ഗംഗാജലപാനവും മഹർഷിമാരുടെ സംസർഗവും ഉദത്യന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളൊക്കെ വരുത്തി തുടങ്ങി. തമോ ഗുണം നീങ്ങി രജോ ഗുണത്തിലേക്ക് വന്നു. അതിൽ നിന്ന് സത്വഗുണം വികസിക്കുകയും ചെയ്തു. എന്നു മാത്രമല്ല, സംസാരിക്കുവാനും തുടങ്ങി. അസത്യം അത് വിചാരിക്കുകയുമില്ല, അസത്യം വിചാരിക്കില്ല, അസത്യം പറയുകയുമില്ല. ഇങ്ങനെ ഉദത്യന്റെ സത്യനിഷ്ഠത കണ്ട് അദ്ദേഹത്തെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. എന്താ വിളിക്കാൻ തുടങ്ങിയത്? സത്യവ്രതൻ. പക്ഷേ ആദ്യമൊക്കെ ചില ആളുകൾ എങ്ങനെ ഒരു പക്ഷെ കളിയാക്കിയിട്ടുണ്ടാവും, കളിയാക്കിയിട്ട് വിളിച്ചിരിക്കും അല്ലേ? ഓ, ഒരു സത്യവ്രതൻ വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് എന്തായി? സത്യവ്രതൻ എന്ന് ഉദത്യന് പേര് വന്നു. നോക്കൂ, ഉദത്യൻ ജനിച്ചത് മൂഢനായിട്ടാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണ് തുറന്നു എന്നത്രേ. ഉൾക്കണ്ണ് എങ്ങനെയാ തുറന്നത്? അത് ഭഗവതിയുടെ കൃപ കൊണ്ട്. ഇതിന് കാരണം എന്താണ്? ഗംഗാ നദിയിൽ സ്നാനം. അതുകൊണ്ട് എല്ലാ പാപവും നശിച്ചു. ഉദത്തിന്റെ പാപങ്ങളൊക്കെ നശിച്ചു. ആ ഗംഗാജലം സേവിച്ചു. പരമപുണ്യം നിറഞ്ഞ ആ ജലമാണ് ഉദത്യൻ സേവിച്ചത്. പിന്നെയോ വേദമന്ത്രങ്ങളൊക്കെ ആ മുനിമാരുടെ മുഖത്ത് നിന്ന് അവൻ കേട്ടു. ആ ഉദത്യൻ കേട്ടു. ശ്രുതികള് അത് ശ്രോത്രേന്ദ്രിയത്തിലൂടെ അകത്തേക്കെത്തിയപ്പോൾ എന്തായി? ഉള്ളിലുള്ള ദൃഷ്ടസ്മൃതികളെ ദുഷ്ടസ്മൃതികളെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഉള്ളിലുള്ള ദുഷ്ടസ്മൃതികളെയൊക്കെ ഇല്ലാതെയാക്കി. ആ വേദമന്ത്രങ്ങളൊക്കെ ശ്രോത്രേന്ദ്രിയത്തിലൂടെ അകത്തേക്ക് എത്തിയപ്പോൾ അത് ഉള്ളിലുള്ള ആ ദുഷ്ടസ്മൃതി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ ഓർമ്മ, അങ്ങനെയുള്ളതൊക്കെ ഇല്ലാതെയായി. അദ്ദേഹത്തിന് ആലോചനാ ബുദ്ധി വന്നു. ഇതെല്ലാം ആ ജഗദംബയുടെ കാരുണ്യമൊന്നുകൊണ്ട് മാത്രമാണ്. ജഗദംബ അനുഗ്രഹിച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്രകാരമെല്ലാം സംഭവിക്കും. അമ്മയുടെ അനുഗ്രഹം മാത്രമേ വേണ്ടൂ. പക്ഷേ നാം എല്ലാവരും ആ ജഗദംബയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ധ്യാനിക്കണം, ഭജിക്കണം. ഭക്തിയോടുകൂടി ഭജിക്കുമ്പോൾ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ദേവി സ്ഥിരപ്രതിഷ്ഠയായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ ഉദത്യൻ്റെ കഥ വളരെ നല്ലൊരു കഥയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ആ ശ്ലോകങ്ങളൊക്കെ പാരായണം ചെയ്യുക. എല്ലാവർക്കും ജഗദംബയുടെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം വ്യാഖ്യാനം എന്നിവയെല്ലാം ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാം ദേവീ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.